കഴിഞ്ഞ ദിവസം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നമ്മുടെ കേരളത്തിൽ വിസിബിൾ ആവുമെന്നും പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ഞാൻ ആ ന്യൂസ് കണ്ടില്ല, ഹസ്ബൻഡ് ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മീറ്റിംഗിൽ ഇരുന്നപ്പോഴത്തേക്ക് എന്നോട് വന്ന് പറഞ്ഞു ഇതുപോലെ ഇപ്പം പോയി കഴിഞ്ഞാൽ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പം സ്റ്റാറുകളല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. അപ്പം ഞങ്ങൾ ഓർത്ത് നിന്നാൽ പിന്നെ സ്റ്റെർസിൽ കയറിയിട്ട് നോക്കാമെന്ന്. അങ്ങനെ നിന്നപ്പോഴാണ് ഇതിങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത് കണ്ടത്. അപ്പം നമ്മളെപ്പോഴും ഒരു വീഡിയോ എടുത്ത് വെക്കാൻ ഓർക്കുന്നവരായതുകൊണ്ട് അപ്പം തന്നെ ഞാനത് വീഡിയോ എടുത്തു. അപ്പം കൊച്ചിനെയും വിളിച്ച് കാണിച്ചു. വാട്സാപ്പിലിട്ടു, ഇൻസ്റ്റയിലിട്ടു, യൂട്യൂബിലിട്ടു. യൂട്യൂബിൽ എപ്പോഴത്തെയും പോലെ 600. ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ നോക്കത്തില്ല. ഞാൻ വല്ലപ്പോഴും മാത്രമേ ഇൻസ്റ്റയിൽ അങ്ങനെ വീഡിയോസ് ഇടാറുള്ളൂ. അപ്പം യൂട്യൂബിൽ ഇട്ടിട്ട് 600 ആയപ്പം ഫ്രീസായി. ഇൻസ്റ്റയിൽ ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയപ്പോഴത്തേനും കുറേ നമുക്ക് ഇൻസ്റ്റയിലാണെങ്കിൽ ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമല്ലോ, യൂട്യൂബിലാണെങ്കിൽ അതില്ല. അപ്പം കുറേ നോട്ടിഫിക്കേഷൻ. അങ്ങനെ ഞാൻ ഓർത്തിതപ്പോൾ എന്താ പറ്റിയേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് ഞാൻ ഇട്ട ആ ഒരു വീഡിയോ അത്യാവശ്യം നന്നായിട്ട് വ്യൂസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ടെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കി ഞാനിരുന്ന വീഡിയോസൊക്കെ ഒരു അതിനകത്തൊരു 200, 300 അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 1500, 600 അങ്ങനെ ആ ഒരു റേഞ്ച്. ഞാൻ നോക്കിയപ്പം ഒന്ന് റിഫ്രഷ് ചെയ്യുമ്പം 1000, പിന്നെ റിഫ്രഷ് ചെയ്യുമ്പം 2000, പിന്നെ റിഫ്രഷ് ചെയ്യുമ്പം 3000. അങ്ങനെ നമ്മൾ ഓരോ റിഫ്രഷിലും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാണാനായിട്ട്. എൻ്റെ യൂട്യൂബിലെ വീഡിയോസ് റീച്ച് ആയിട്ടുണ്ടെങ്കിലും അതിങ്ങനെ പതുക്കെയാണ് റീച്ച് ആയിട്ടുള്ളത്. ഒരു കുറച്ച് വീഡിയോസ് മാത്രം പണ്ട് അങ്ങനെ റീച്ച് ആയിട്ടുള്ളൂ. അപ്പോൾ കുറേ നാളിന് ശേഷം ആണ് കേട്ടോ. ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 40K സംതിങ് കഴിഞ്ഞു. അതുമാത്രമല്ല എനിക്ക് കമൻസും വരുന്നുണ്ട്. ഇങ്ങനെ ഇത് കണ്ടായിരുന്നു, സ്പേസ് സ്റ്റേഷൻ കണ്ടായിരുന്നു, പിന്നെ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ പുറത്തിറങ്ങി നോക്കിയാൽ മതി, ഇടയ്ക്കിടയ്ക്ക് ആകാശത്തോട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഇതുപോലെ പലതും കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കമൻസ് വന്നു കേട്ടോ. ഞാൻ ഓർക്കും ഞാൻ യൂട്യൂബിലിട്ട വീഡിയോയ്ക്ക് ആകെ 600 പേരെ കണ്ടുള്ളൂ. ഇൻസ്റ്റയിൽ അതിങ്ങനെ 14 കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ അതേ റീച്ച് എനിക്ക് യൂട്യൂബിൽ കിട്ടിയായിരുന്നെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇവിടെ കിട്ടിയേനെ. സാരമില്ല. എന്നാലും അതെങ്ങനെ ഇൻസ്റ്റയിൽ ഇത്രയും റീച്ച് ആയെന്ന് ഞാൻ ആലോചിക്കുന്നു. ഞാനങ്ങനെ ടാഗ്സ് ഒന്നും കൊടുത്തില്ല. യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും ഒരു കമൻറ്റ് വരത്തില്ല. ഒരു കമൻറ്റ് വരാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ, ശ്രുതി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടുണ്ട്. അവൾ മിക്കവാറും എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഓർക്കും എടാ എനിക്ക് വെറുതെ പോലും ഒരാൾ നമ്മൾ അറിയുന്ന ഒരാൾ കമൻറ്റ് ചെയ്യുന്ന പോലെ അല്ലല്ലോ അറിയാത്ത ഒരാൾ കമൻറ്റ് ചെയ്യുന്നത്, അങ്ങനെ വരാറില്ലല്ലോ എന്ന്. അതേ സമയത്ത് ഇൻസ്റ്റയിൽ ഇപ്പം അവിടെ എന്താ സ്പേസിനെ പറ്റി ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുക. മറ്റേ UFO ആണ് ഇവിടെ ഡിസ്കഷൻ നടക്കുന്നത്. അതേ ഒരു കമന്റ്സ് യൂട്യൂബിൽ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് വീഡിയോസ് ഇങ്ങനെ ഇടാതിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഫ്രീസ് ചെയ്യുമെന്ന് തോന്നുന്നു ചാനൽ. ഇനി അങ്ങനെ വല്ലതും ആണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ കുറച്ച് കമൻസ് ഒക്കെ കണ്ടായിരുന്നു. നമ്മൾ കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചാനൽ ഫ്രീസ് ആയി പോകും, അല്ലെങ്കിൽ നമ്മൾ ഇട്ട വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആക്കി കഴിഞ്ഞാലോ പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാലോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫ്രീസ് ആയി പോകുന്നതൊക്കെ കണ്ടായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് ഇടാതിരുന്നിട്ടുണ്ട്, പിന്നെ ഇട്ട വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് അതോ ഞാൻ പിന്നെ അത് മാത്രമല്ല, നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് കൊടുത്ത് അവരെ എൻഗേജ് ആക്കി കഴിഞ്ഞാലല്ലേ നമുക്ക് വ്യൂസ് ഒക്കെ കിട്ടത്തുള്ളൂ. ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കണ്ടന്റിന്റെ പ്രശ്നമായിരിക്കും. എന്തായാലും യൂട്യൂബിൽ വീഡിയോ വ്യൂസ് കിട്ടണേ എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബിൽ കിട്ടിയില്ലെങ്കിൽ സാരമില്ല, അവിടെ ഇൻസ്റ്റയിൽ ഇങ്ങനെ നന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റയിൽ എൻ്റെ വേറൊരു വീഡിയോയും ദിയ പ്രിൻസിന്റെ കല്യാണത്തിന്റെ വീഡിയോ ഞങ്ങൾ ഇതുപോലെ ഇട്ടപ്പോഴത്തേക്കിനും ഇതുപോലെ 1 lakh above വ്യൂസ് ഉണ്ടായിരുന്നു. അതും ഇൻസ്റ്റയിലാണ്. വ്യൂസിന്റെ ബാക്കിലുള്ള ആ ഒരു അൽഗോരിതത്തിനെ പറ്റി എനിക്കൊരു മനസ്സിലാവുന്നില്ല. നമ്മൾ ടാഗ്സ് ഒന്നും ഇട്ടില്ലെങ്കിൽ ചില വീഡിയോസ് ഇങ്ങനെ കയറിപ്പോന്നാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളിപ്പം ഈ ഇടയ്ക്ക് മൈസൂർ ഊട്ടി പോയായിരുന്നല്ലോ. അപ്പം മൈസൂർ പോയപ്പം നമ്മൾ ചാമുണ്ഡി ക്ഷേത്രത്തിൽ പോയി. അപ്പം ഞാൻ ചാമുണ്ഡി ക്ഷേത്രത്തിന്റെ വീഡിയോ ഇട്ടു. എനിക്ക് ഇതുപോലെ 600, 700 ആ ഒരു 1000-ന് താഴെയാണ് വ്യൂസ്. ഇതേ വീഡിയോ തന്നെ എൻ്റെ മമ്മിയും ഇട്ടു. മമ്മിക്ക് 20K എബോവ് വ്യൂസും ആ ഒരൊറ്റ വീഡിയോയ്ക്കകത്തുനിന്ന് 100 എബോവ് സബ്സ്ക്രൈബേഴ്സും കിട്ടി. അപ്പം ആരുടെ വീഡിയോയാ ഏത് വീഡിയോയാ വൈറലാവുന്നതെന്നൊന്നും റീച്ച് ആവുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ടാഗ്സോ അങ്ങനെ ഒന്നും മമ്മി സ്പെഷ്യലായിട്ട് ഇട്ടില്ല. പിന്നെ നമ്മൾ ഈ റീച്ച് ഈ ചാനൽ ഒരു വീഡിയോ ഒരാൾക്ക് എത്തുമ്പം അത് ആൾക്കാർ കാണുമല്ലോ, കണ്ടിട്ട് അത് ഫുള്ള് കാണുന്നുണ്ടോ, അതുപോലെ അത് ലൈക്ക് ചെയ്യുന്നുണ്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടോ, അതെല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലാണെങ്കിൽ ഇൻസ്റ്റയിലാണെങ്കിൽ എപ്പോഴാണ് നമ്മുടെ വീഡിയോസ്
റീച്ച് ആവുന്നതെന്നൊന്നും അറിയത്തില്ല. നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഏതെങ്കിലുമൊക്കെ കാലത്ത് ഇതുപോലെ പ്രതീക്ഷിക്കാതെ കുറേ സബ്സ്ക്രൈബേഴ്സും കുറേ വ്യൂസൊക്കെ നമുക്ക് കാണാം. ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ കണ്ട പോലെ. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സെല്ലാം പോസിറ്റീവായിട്ടിരിക്കുക. അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.